പറയാൻ വെച്ചാൽ പറയാം കേട്ടോ. അപ്പൊ എല്ലാവരും സ്റ്റേജിലേക്ക് കയറും കേട്ടോ. എല്ലാവരും സ്റ്റേജിലേക്ക് കയറും. ഇതിന് നമ്മുടെ ആദ്യകാലം തൊട്ടിട്ട് തന്നെ നമ്മൾ പ്രവർത്തിച്ചതിന് ശേഷം ആദ്യകാലം തൊട്ട് തന്നെ രണ്ടാൾക്കാർ നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്നിരുന്നു. ആ രണ്ടാൾക്കാരെ ഒരു പൊന്നാട നൽകിയിട്ട് ആദരിക്കുന്ന ചടങ്ങുണ്ട്. അതുപോലെ തന്നെ ഉപഹാരം, എല്ലാവർക്കും ഉപഹാര സമർപ്പണമാണ്. അതിനായിട്ട് ഞാൻ എൻ്റെ ഏട്ടന്മാരും നമ്മുടെ സ്ഥാപനത്തിൻ്റെ പാത്രന്മാരുമായ എൻ്റെ 2 ഏട്ടന്മാരെയാണ് പൊന്നാട കൊടുക്കാനായിട്ട് ക്ഷണിക്കുന്നത് വേദിയിലേക്ക്. അതിന് ഒന്ന് സുരേഷ്, വർണ്ണ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുള്ളൂ. വർണ്ണ സുരേഷിന് പൊന്നാട അണിയിക്കാൻ എൻ്റെ മൂത്ത ഏട്ടനെ ക്ഷണിക്കുന്നു. അവർക്കൊരു സ്നേഹോപഹാരം നഴ്സറി സ്കൂളിൻ്റെ വക ഒരു സ്നേഹോപഹാരം. അടുത്തത് ഷെരീഫ്, ഏറ്റവും മുന്നിൽ തൊട്ട് ചെറിയനെ ക്ഷണിക്കുകയാണ്. ഇനി മറ്റുള്ളവർക്ക് സ്കൂൾ എച്ചൊന്ന് ഉപഹാരം സമർപ്പിക്കുന്നതായിരിക്കും. ഓരോരുത്തരും കയറിക്കൊള്ളി. പേരറിയണവരെ വിളിക്കുന്നില്ല, മറ്റേ പേരിലെ ഓട്ടോറിക്ഷയുടെ പേരെ വരുന്നുള്ളൂ. ഷമീർ, ഷുഹൈബ്, കബീർ ഇനിയുള്ള ആൾക്കാരൊന്നും വന്നിട്ടില്ല. 14 ആൾക്കാർ കഴിഞ്ഞതാണ്. ഇനി അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തുവാൻ പറയണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് വരാം.
ഏകദേശം ഒരു 22 കൊല്ലം ആയി ഞാൻ സ്കോട്ടിൽ പഠിക്കും. അതുപോലെ സുരേഷ് ഏട്ടൻ എൻ്റെ സീനിയറാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ടീച്ചറുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടും സഹകരണവും ഞങ്ങൾക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ സംരംഭത്തിൽ തുടങ്ങി ഇന്ന് വളരെയധികം ഉയർച്ചയിൽ നിൽക്കുന്ന ലത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ വളർച്ച അങ്ങേയറ്റം വലുതാണ്. അതിൻ്റെ ഒരു ഭാഗമാകാം ഞങ്ങൾക്ക് ഈ ഓട്ടോ ഡ്രൈവർമാർക്കും മറ്റ് ടാക്സി ഡ്രൈവർമാർക്കും ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ്. ഞങ്ങൾക്കിവിടെ ആദരവ് തന്ന ടീച്ചർക്കും മറ്റു ടീച്ചർമാർക്കും ഭാർഗവി ടീച്ചർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ സമയം അപഹരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ലത നഴ്സറി സ്കൂള് ഒരിക്കലും ഞങ്ങളെ ഒരു ഡ്രൈവർമാരായിട്ടൊന്നും കണ്ടിട്ടില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ടീച്ചറും ഞങ്ങളെ ഒരു സഹോദര തുല്യമായിട്ടൊരു ബന്ധമാണ് ഞങ്ങൾ ഇന്നുവരെ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ടീച്ചറിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായത് വളരെ സന്തോഷമുണ്ട്. എല്ലാ ഓട്ടോ റിക്ഷ ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ നന്ദി പറയുകയാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് നൽകിയുള്ള ഒരു സ്നേഹം അതിന് തിരിച്ച് ഞങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ മനുഷ്യരല്ലാന്ന് ഞങ്ങൾക്ക് തോന്നുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വനജ ടീച്ചർക്ക് ഈ നഴ്സറി സ്കൂളിൻ്റെ ഒരു പ്രധാന അധ്യാപിക എന്ന നിലയ്ക്ക് വനജ ടീച്ചർക്ക് ഒരു മൊമെൻറ്റോ ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ടീച്ചർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ടീച്ചറെ ഞങ്ങൾ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുക. ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കൂടെ